ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ ഒരു ഫ്ലവറാണ്. ഉടുപ്പിൻ്റെയൊക്കെ മേലെ നമുക്ക് വയ്ക്കാവുന്ന ഒരു ഫ്ലവറാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. തുണി ഞാൻ രണ്ടായിട്ട് മടക്കിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ നീളം എന്നൊക്കെ പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയ നീളം എടുത്താൽ മതി. ഒരുപാട് നീളം കുറഞ്ഞു വേണ്ട, ഒരുപാട് നീളം കൂടിയും വേണ്ട. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഇടവിട്ടിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് ഒരേ മെത്തേഡിലേക്ക്, ഒരേ സൈഡിലേക്ക് തന്നെയാണ് നമ്മളൊന്ന് ഈ ഒരു ഫോൾഡിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ മേൽഭാഗം അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട, അടിഭാഗമാണ് നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് വരേണ്ടത്. ആ ഫോൾഡിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ പതുക്കെ ഒന്ന് ഫ്ലവർ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ ഇതാ ഉള്ളിലുള്ള ഭാഗം നടുക്കുള്ളതൊന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ സിമ്പിളായിട്ട് 1 മിനിറ്റ് പോലും എടുക്കത്തില്ല ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉടുപ്പിൻ്റെ ഒക്കെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ ആ ഒരു ഫോൾഡിങ് ഇങ്ങനെ അടിയിലോട്ട് ചുറ്റി വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയും കൂടെ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കെട്ടി കഴിയുമ്പോൾ ഒന്ന് നിവർത്തിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്നത് കേട്ടോ. അടിഭാഗം ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേക്കിന് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് കെട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കെട്ടാനായിട്ട് എനിക്ക് കുറച്ച് പരിചയക്കുറവാണ്. അപ്പം ഞാൻ കെട്ടുന്നത് കുറച്ച് എൻ്റേതായ രീതിയിലാണ് കേട്ടോ. വേറെ ഏതോ മെത്തേഡിൽ കെട്ടിടാനൊക്കെ പറ്റും, പക്ഷേ എനിക്കത് അറിഞ്ഞൂടാം. അതുകൊണ്ട് ഞാൻ എൻ്റേതായ മെത്തേഡിലാണ് ചെയ്യണത്. അപ്പം നമ്മുടെ വീഡിയോസ് ചാനലൊക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു വൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാനിപ്പം ചുറ്റിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊന്ന് ചുറ്റിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഒരു 1 മിനിറ്റ് മതി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഇങ്ങനെ നിവർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊരു ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ചുളിവൊക്കെ വരണം, പക്ഷേ ആ ഒരു പരന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ പ്രസ് ചെയ്ത രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. കാര്യം നമ്മുടെ ഉടുപ്പിൽ വെച്ചേക്കുന്ന മറ്റേ ഫ്ലവറൊക്കെ അങ്ങനെയാണ്. ഇത് ഞാൻ ഈ ഒരു ഫ്ലവർ പറിച്ചെടുത്തിട്ട്, അപ്പോൾ അത് പറഞ്ഞു പോയത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നത് പറിച്ചെടുത്ത് അത് അഴിച്ചു നോക്കി ഉണ്ടാക്കി പഠിച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ പൂവ് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു നെറ്റ് പോലത്തെ, ഒരു വൈറ്റ് കളർ നെറ്റ് പോലത്തെ ഇതായിരുന്നു കേട്ടോ വെച്ചിരുന്ന അടിയിൽ. വേണമെങ്കിൽ നമുക്ക് തുന്നിയും കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.